ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലോക്ക്ഡൗൺ വരുന്നു പോകുന്നു ഈ ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണല്ലേ. ഇതൊക്കെ കാരണം നമുക്ക് ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ടായിട്ടുണ്ട്. സോ നമ്മളിന്ന് ഇതിനൊക്കെ കാരണക്കാരനായ വിളിക്കാതെ വന്ന എന്നാൽ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഗസ്റ്റിന് റോയലായിട്ട് ലെറ്റർ കൊടുക്കാൻ പോവാം. ആരാ ഗസ്റ്റ്? വേറെ ആര്, നമ്മുടെ കൊറോണ ചേട്ടൻ. ഇപ്പൊ പല പേരുകളിലായി മൂപ്പര് വിലസുന്നുണ്ട്. എന്നാലും മൂപ്പരാളൊരു റോയൽ തന്നെയല്ലേ. അപ്പം നമ്മൾ കേരളക്കാര് ആതിഥേയ മര്യാദ കാണിക്കണ്ടേ. സോ മൂപ്പര് ചെയ്ത ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയാം. ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ലെറ്റർ. ഈ ലെറ്റർ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. മെയിനായിട്ട് വേണ്ട സാധനം 2 മരത്തിൻ്റെ കഷ്ണങ്ങളും ഒരു A4 പേപ്പറുമാണ്. ഞാനിവിടെ ഒരു A4 പേപ്പർ എടുത്ത് അതിൻ്റെ 2 സൈഡും ഈ കാണുന്ന പോലെ ബേൺ ചെയ്ത് ഒരു രസത്തിലൊക്കെ ആക്കി. എന്നിട്ടെന്താ, കുറച്ച് കാപ്പിപ്പൊടി എടുത്ത് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് കലക്കിയെടുത്തു. അപ്പം നമ്മളെ ലുക്കിനുള്ള സാധനം റെഡി. കോഫി ഡൈ എന്നാണ് ഇതിനെ പറയുന്നത്. ഇനി അത് നമ്മുടെ പേപ്പറിലേക്ക് പെയിൻ്റ് അടിച്ചു കൊടുക്കുക. പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ പേപ്പറിൽ ലെറ്റർ എഴുതി പ്രിൻ്റ് എടുത്ത് ഈ പ്രോസസ്സൊക്കെ ചെയ്യാം. ഞാനിവിടെ കൈകൊണ്ടാണ് എഴുതുന്നത്. അപ്പോൾ നമ്മളൊരു ബ്രഷ് എടുത്ത് ആ കോഫി ഡൈ പേപ്പറിൽ മൊത്തമാക്കുക. ഒരു സൈഡ് ഫുള്ളാക്കിയതിന് ശേഷം അത് ഉണക്കാൻ വയ്ക്കുക. 1 മണിക്കൂറൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് ബാക്ക് സൈഡും ഇതേപോലെ ഡൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഉണക്കാൻ വയ്ക്കുക ഒരു 3-4 മണിക്കൂർ. ഈ സമയത്ത് നമ്മൾ തൊടിയിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് 2 ചുള്ളിക്കമ്പൊക്കെ പെറുക്കി കൊണ്ടുവരിക. ഇതേപോലത്തെ ചുള്ളിക്കമ്പ്. ബാംബൂ സ്റ്റിക്സാണ് സാധാരണ യൂസ് ചെയ്യാറ്. പെയിൻറ് കൊടുക്കലും ഓപ്ഷണലാട്ടോ. മരത്തിൻ്റെ ടെക്സ്ചർ ആണേലും കാണാൻ നല്ല രസമാണ്. നമുക്ക് റോയൽ ലുക്കല്ലേ വേണ്ടേ, അതുകൊണ്ട് ഞാൻ ഗോൾഡൻ കളർ പെയിൻറ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ലെറ്റർ എഴുതാം. സോ ഡിയർ കൊറോണ, വേണ്ട ഡിയർ COVID-19. അപ്പം ലെറ്ററൊക്കെ സെറ്റായി. ഞാൻ ലെറ്റർ എഴുതാൻ ഉപയോഗിച്ചത് CD മാർക്കർ കൊണ്ടാണ്. അതുകൊണ്ട് മഷിയൊക്കെ ബാക്ക് സൈഡിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. സോ സെയിം പ്രൊസീജിയറിൽ ഞാനൊരു പേപ്പർ കൂടെ ഉണ്ടാക്കി അതിൻ്റെ ബാക്ക് സൈഡ് കവർ ചെയ്യാൻ പോവാം. ഫെവിസ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഫെവിക്കോൾ യൂസ് ചെയ്ത പേപ്പർ ചിലപ്പം ചുളിയാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഫെവിക്കോൾ യൂസ് ചെയ്ത് 2 സ്റ്റിക്കും പേപ്പറിൻ്റെ 2 സൈഡിലായിട്ട് ഒട്ടിക്കണം. എന്നിട്ട് ഏകദേശം പേപ്പറിൻ്റെ മിഡിൽ കണ്ടുപിടിച്ചിട്ട് ഒരു റിബൺ അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഒരു ചെറിയ ഗിൽറ്റർ ഹാർട്ട് ഷേപ്പും ഒട്ടിച്ചു കൊടുക്കുക. ഗിൽറ്റർ പേപ്പറിൽ ഹാർട്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ദൂരത്തേക്ക് അയക്കണ ലെറ്ററിനൊക്കെ ഒരു സീല് വെക്കാറില്ലേ? അപ്പം നമുക്കും അതുപോലെ ഒരു സീല് കൊടുക്കാം. അതിനായി ഞാൻ റെഡ് ക്രയോൺസ് ഉരുക്കി റൗണ്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൊറോണയ്ക്കുള്ള ലെറ്റർ ഏകദേശം റെഡിയായി. പണ്ട് ചൈനീസുകാർ പേപ്പർ കണ്ടുപിടിച്ചത് മുതൽ വിൻറ്റേജ് ലെറ്റർ മുഖ്യൻ തന്നെയാണ്. രാജസദസ്സുകളിൽ ഇതിന് പ്രത്യേക പ്രാധാന്യം തന്നെയുണ്ട്. അതുമാത്രമല്ല, കാലങ്ങളോളം പഴക്കമുള്ള വിൻറ്റേജ് ലെറ്ററുകൾ ഇന്ന് ഇന്ത്യയിൽ കണ്ടുപിടിച്ചിട്ടുമുണ്ട്. ഒരിക്കലും നശിച്ചു പോവാത്ത ഒന്നായി ഇതിനെ പലരും പ്രഖ്യാപിച്ചിട്ടും ഉണ്ട്. ഇതൊക്കെ ഒരു മെമ്മറീസ് തന്നെയല്ലേ. തപാലാപ്പീസൊക്കെ പൂട്ടിപ്പോയ കാലമായി. പക്ഷെ ഇനി വരാൻ പോകുന്ന ഹാൻഡ് മെയ്ഡ് ഗിഫ്റ്റ് ട്രെൻഡിൽ ഇതൊക്കെ തന്നെ ഉണ്ടാവുക. അതുകൊണ്ട് സിമ്പിളായിട്ട് ഈ കോവിഡ് കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരിക്ക് ഒരു കത്തെഴുതൂ. നമ്മുടെ കൊറോണ ചേട്ടനോട് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ. പിന്നെ ഒരു കാര്യം, ഞാൻ കത്തിലെഴുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? കാത്തിരിക്കൂ അടുത്ത വീഡിയോയ്ക്കായി. സ്റ്റേ ട്യൂൺഡ്.